Welcome back to yet another episode of Pennalagu. This is me Lakshmi here. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെയധികം മേക്കപ്പിൽ വളരെ റെവല്യൂഷനൈസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ്. ഒരുപാട് പേര് ഇപ്പം മേക്കപ്പ് പഠിക്കണം താല്പര്യമുള്ള ഇപ്പോൾ ഫസ്റ്റ് ഫോൺ എടുത്തിട്ട് ആൾക്കാർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ HD മേക്കപ്പ് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പലരും ബ്രൈഡൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്നത് നിങ്ങൾ HD മേക്കപ്പ് ആണോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് എന്താണ് ഈ HD മേക്കപ്പ് എന്നുള്ളത് പലർക്കും അറിയാം, പലർക്കും അറിയുന്നത് തെറ്റാണ്, പലതും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഹൈ ഡെഫിനിഷൻ മേക്കപ്പ്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ HD മേക്കപ്പ്, അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് HD മേക്കപ്പ് എന്ന് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെയധികം ആൾക്കാർക്ക് കേട്ടൊരു ടേമാണ് HD എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകളുടെ HD നമുക്കറിയാം അല്ലേ. മേക്കപ്പിൽ എന്താണ് HD? പലർക്കും അറിയാത്തതും അറിഞ്ഞിട്ടും അബ്യൂസും ചെയ്യുന്ന ടേമാണ് HD മേക്കപ്പ്. പക്ഷെ എന്താണ് ശരിക്കും ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, Now let's say ഒരു 10-20 years back നമുക്ക് യൂസ് ചെയ്തിരുന്ന ക്യാമറാസ്, ആ ക്യാമറാസിൽ പിക്സൽ ക്വാളിറ്റി കുറവായിരുന്നു. ഓക്കെ, പിക്സൽ ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ആസ്പെക്ട്സിനെ സ്കിന്നിൽ നിന്ന് എടുത്ത് കാണിക്കില്ല ആ ക്യാമറ. ഓക്കെ, അപ്പം വളരെ ബ്ലറായിരുന്നു. നമുക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിന് എടുത്ത് കാണിക്കാനുള്ള പിക്സൽ ക്വാളിറ്റി ക്യാമറാസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കളേഴ്സും എടുത്ത് കാണിക്കില്ല. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇപ്പം ചെയ്യുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും സെലിബ്രിറ്റീസിനും ആക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഈവൻ ഫോർ ബ്രൈഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് ചെയ്താലും അത് ക്യാമറയിൽ അത്ര എടുത്ത് കാണിക്കില്ല. കാരണം അത് കുറച്ച് ബ്ലറായിരിക്കും. ക്യാമറയിൽ അത് കുഴപ്പമില്ലെന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഹെവിയും കുറച്ച് കേക്കി ആണെങ്കിലും ക്യാമറയിൽ ആ കേക്കിനെസ് എടുത്ത് കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്ര പിക്സൽ ക്വാളിറ്റി ക്യാമറയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇംപെർഫെക്ഷൻസ് മാസ്കിന് നല്ലൊരു മാസ്ക് പോലെ ഇടാം. പാൻ കേക്കും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പുട്ടി രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാറുള്ളത്. ഇഫ് യു ഗോ ബാക്ക് ടു 70s and 80s ക്യാമറ വർക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു അന്നത്തെ രീതിയിൽ ആക്ട്രസസിൻ്റെ മേക്കപ്പും ഇന്നത്തെ രീതിയിൽ ആക്ട്രസസിൻ്റെ മേക്കപ്പും, എത്രയൊക്കെ സ്കിൻ അതിൽ നിന്നെടുത്ത് കാണുന്നുണ്ട്, എത്ര സൂം ഇൻ ചെയ്ത് സ്കിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരിട്ട് കാണാൻ ഹെവി ആയിട്ടുള്ള മേക്കപ്പ്, പക്ഷേ ക്യാമറയിൽ അത് ഇത്രയും എടുത്ത് കാണിക്കില്ല. അതിനാണ് ശരിക്കും പണ്ടത്തെ SD അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ക്യാമറ എന്ന് പറയുന്നത്. ആ സമയത്തുള്ള മേക്കപ്പ് ഹെവി ആയിരുന്ന കുഴപ്പമില്ല. പക്ഷേ ഇന്ന് HD ക്യാമറാസ് ആകെ റെവല്യൂഷനൈസ് ചെയ്തു. എല്ലാവരുടെയും കയ്യിൽ ഫോൺ തൊട്ട് എല്ലാത്തിലും മീഡിയയിലും യൂസ് ചെയ്യുന്ന എല്ലാത്തിനും എക്വിപ്മെൻറ്റ്സും ഹൈ ഡെഫിനിഷനാണ്. ഹൈ ഡെഫിനിഷൻ ഇല്ലാത്ത ഒന്നും ആർക്കും വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹൈ ഡെഫിനിഷൻ ക്യാമറ? അവർ കളേഴ്സും പിക്സൽ ക്വാളിറ്റിയും ഭയങ്കര എക്സ്ട്രാordinary. നമ്മുടെ ഓരോ പോൾസ് തൊട്ട് ഓരോ ഇംപെർഫെക്ഷൻസ് തൊട്ട് നമ്മുടെ സ്കിന്നിലെ ഡ്രൈ പാച്ചസ് വരെ പുറത്ത് കാണിക്കാനുള്ള ഒരു എബിലിറ്റിയാണ് ഇപ്പോഴത്തെ ക്യാമറാസിനുള്ളത്. നമ്മൾ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ടെക്നോളജി അറ്റ് ദ സെയിം ടൈം ലൈറ്റിംഗ് സിസ്റ്റംസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഫ്രം ലൈറ്റ്സ് ടു ഡാർക്സും എക്സ്പോഷർ ലെവൽസ് തൊട്ട് പല രീതിയിലാണ് ഇന്ന് ഒരുപാട് പേര് ബിഹൈൻഡ് ദ ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഓരോ ഇംപെർഫെക്ഷൻസ് വളരെയധികം എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസ് കൂടാതെ മേക്കപ്പിൽ നിങ്ങൾ ഹെവി ആയിട്ട് ചെയ്താലും അതും ക്യാമറയിൽ എടുത്ത് കാണിക്കും. അപ്പം ആ ബിഹൈൻഡ് ദ സീൻസുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും എഡിറ്റേഴ്സിനും ഇത് ഈ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാണ്ട് അവർക്കത് മുന്നോട്ട് ഓഡിയൻസിലേക്ക് വെക്കാൻ പറ്റില്ല. സോ നമ്മൾ ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് പറയുമ്പം നമ്മുടെ സ്കിൻ പോലെ ഇരിക്കുകയും ചെയ്യണം, ഇംപെർഫെക്ഷൻസിനെ അടയ്ക്കും വേണം, പുട്ടിയും അടിക്കരുത്. അങ്ങനത്തെ ആ ഒരു മെത്തഡോളജിക്കാണ് നമ്മൾ ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ലെയറിങ് മേക്കപ്പ് ലിറ്റിൽ ബൈ ലിറ്റിൽ അങ്ങനെ ലെയർ ചെയ്ത് സ്കിൻ മനസ്സിലാക്കി നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന മെത്തഡോളജിക്കാണ് നമ്മൾ ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പം ഒരുപാട് വാരിക്കോരി പൊത്തരുത്. മനസ്സിലായോ? അതായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്.
ഹൈ ഡെഫിനിഷൻ മേക്കപ്പിൽ നമ്മൾ ഒരുപാട് വാരിക്കോരി പൊത്തില്ല. വി അപ്ലൈ ലിറ്റിൽ ലെയർ, പിന്നെ കുറച്ച് ലെയർ, വേണമെങ്കിൽ കുറച്ചും കൂടെ ലെയർ. വി ഇൻക്രീസ് ദ കവറേജ് ലിറ്റിൽ ബൈ ലിറ്റിൽ. അതുപോലെ തന്നെ സ്കിൻ പോലെ ഇരിക്കണം. എക്സ്ട്രോർഡിനറിലി മാറ്റ് ആക്കരുത്, എക്സ്ട്രോർഡിനറിലി ഗ്ലോസി അല്ലെങ്കിൽ ഡ്യൂവി ആക്കരുത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ സാറ്റിൻ ഫിനിഷ്. ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി ആയിട്ട് ഇരിക്കരുത്, ഒരുപാട് എക്സ്ട്രോർഡിനറി ഡ്രൈ ആൻഡ് മാറ്റ് ആവരുത്. സ്കിൻ പോലെ ഇരിക്കണം. അങ്ങനെ നല്ല സ്കിൻ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ ഇരിക്കുന്നത്? അതിനൊരു ഷൈൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ഒരു ചെറിയ ഷൈനുള്ള സ്കിന്നിൽ നിങ്ങൾ നല്ല സ്കിൻ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ ഇരിക്കണം. കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റീവ് ആയിരിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സ്കിന്നിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം മേക്കപ്പ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ സ്കിൻ പഠിക്കണം. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെവി ആയിട്ട് പുട്ടിയായിട്ട് ചെയ്യുന്ന മേക്കപ്പ് ഒരിക്കലും ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് അല്ല. സ്കിൻ പോലെ ഇരിക്കുന്ന മേക്കപ്പിനാണ് ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് പറയുന്നത്. നൗ പലർക്കും അറിയാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ശരിക്കും ഈ ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് വെച്ചാൽ. അതിന് വേറൊരു ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ചോദ്യമുള്ളത് ഈ HD എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് പലർക്കും ഒരു ചോദ്യം എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. HD ലേബിൾ ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യണോ HD മേക്കപ്പ് ചെയ്യാൻ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. HD എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിന് അവരങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കാരണം അതിന് ലൈറ്റ് റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് കൂടിയ പ്രോഡക്ട്സ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞ് സ്കിൻ പോലെ ഇരുത്താൻ എബിലിറ്റി ഉള്ള പ്രോഡക്ട്സിനാണ് HD ലേബിളിൽ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്. പക്ഷേ HD പ്രോഡക്ട്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് HD മേക്കപ്പ് ചെയ്യാൻ. HD മേക്കപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് HD മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? HD ലേബിൾ ചെയ്യുന്ന പ്രോഡക്ട്സിൽ കുറച്ച് കൂടുതൽ ലൈറ്റ് റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. കേക്കി ആവില്ല, സ്കിൻ പോലെ ഇരുത്തും. അപ്പോൾ ലൈറ്റ് നമ്മുടെ മുഖത്ത് ബിഹൈൻഡ് ദ സീൻസ് ക്യാമറമാൻ തൊട്ട് ആൾക്കാർ ലൈറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സ്കിന്നിലേക്ക് ലൈറ്റ് വരുമ്പോൾ അത് ലൈറ്റ് തട്ടി സ്കിന്നിൽ നിന്ന് ബൗൺസ് ചെയ്യും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ബൗൺസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സിലിക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സിലിക്ക വളരെയധികം റിഫൈൻ ചെയ്ത് പൊടിച്ച് ചേർത്തിട്ട് അപ്പോൾ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തട്ടി ബൗൺസ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് HD ലേബിൾ ചെയ്യുന്ന പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഹൈ ഡെഫിനിഷൻ ആവും. ആ പ്രോഡക്ട്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ. ഒരുപാട് പൊട്ടിയടിച്ച് വളരെ ഹെവി ആയിട്ട് വെക്കുന്ന മേക്കപ്പ് അത് ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് അല്ല. ഹൈ ഡെഫിനിഷൻ മേക്കപ്പിന് നേരിട്ട് കാണാനും ഭംഗിയായിരിക്കണം, ക്യാമറയിലും ഭംഗിയായിരിക്കണം, സ്കിൻ പോലെ ഇരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ എന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എയർ ബ്രഷ് മേക്കപ്പ് ആണോ മാം HD മേക്കപ്പ് എന്ന്? എയർ ബ്രഷ് മേക്കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയർ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പുട്ടിയടിച്ച പോലെ നമ്മൾ ആദ്യമേ കുറേ ഹെവി ആയിട്ട് പോവില്ല. എയർ ബ്രഷ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിഗ്മെൻറ്റ് മോളിക്യൂൾസിനെ വളരെ അധികം ഡിസ്പേഴ്സ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വളരെ ലൈറ്റ് ഫെദറി രീതിയിൽ സ്കിന്നിലേക്ക് ഡിസ്പേഴ്സാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഹെവി ആയിട്ട് പോവില്ല. നമുക്ക് വളരെ കുറച്ച് ലെയർ തൊട്ട് കുറച്ച് ലെയർ അപ്പം നമ്മളവിടെ മിസ്റ്റേക്ക് വരത്തില്ല. ആസ് നമ്മൾ ഒഴിച്ച ഒരു പ്രോഡക്റ്റ് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൈകൊണ്ട് വിടുന്ന പോലെ മിസ്റ്റേക്കുകൾ വരുത്താൻ അത്ര എളുപ്പമല്ല എയർ ബ്രഷ് മേക്കപ്പ്. കാരണം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് തന്നെ ആദ്യമേ പോവില്ല. അതുകൊണ്ട് HD മേക്കപ്പ് കിട്ടാൻ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ എയർ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഫസ്റ്റ്ലി ഇറ്റ്സ് ലിറ്റിൽ എക്സ്പെൻസീവ്. സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെതായ ലിക്വിഡ്സും ഫോർമുലയും ഉണ്ട്. അത് മാത്രമേ മെഷീനിൽ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഷീൻ ക്ലോഗ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആ മെഷീൻ ലാസ്റ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ടോപ്പിക് എയർ ബ്രഷിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വെതറിലും ചേരില്ല. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സമയവും നിങ്ങൾക്ക് എയർ ബ്രഷ് വേണമെന്നില്ല ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ HD മേക്കപ്പ് കിട്ടാൻ. നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിന് സ്കിൻ മനസ്സിലാക്കി ഫോർമുല മനസ്സിലാക്കി നിങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ HD ലേബൽ ഇട്ടുകൊണ്ട് എല്ലാവരും ആ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ റിസർച്ച് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ aspiring artist and as a consumer whether you are actually doing high definition makeup. ഈ മേക്കപ്പ് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I will see you next time with yet another helpful video for all of you. This is me Lakshmi signing off. Bye bye.